ഹായ് ഓൾ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും ക്ലാസ്സുകളായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ അസിസ്റ്റൻറ്റ് പ്രസൻറ്റ് ഓഫീസറുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം. ഇതിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായതാണ്, ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായത് ഏതാണ്? പ്രാചീന മലയാളമുണ്ട്, ആദിഭാഷയുണ്ട്, വേദാധികാര നിരൂപണമുണ്ട്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്നും ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പൊടവര കുഞ്ഞമ്പു നായർ, കോയിത്താറ്റിൽ ചിരുക്കണ്ടൻ, ചൂരിക്കാടൻ കൃഷ്ണൻ നായർ, പള്ളിക്കൽ അബൂബക്കർ. ഇതിൽ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് പൊടവര കുഞ്ഞമ്പു നായർ, കോയിത്താറ്റിൽ ചിരുക്കണ്ടൻ, പള്ളിക്കൽ അബൂബക്കർ. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. 1945 ഒക്ടോബർ 24 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ശരിയായതാണ് എഴുതേണ്ടത്. ഓപ്ഷൻ നമുക്ക് നോക്കാം. ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക, ശരിയാണല്ലേ. ദേശീയ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ലോക ജനതയുടെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക, മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇതിൽ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഏതൊക്കെയാണ്? ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക, ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക, മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. പാമ്പൻ പാലം. ഓക്കെ, നോക്കിക്കേ. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് പാമ്പൻ പാലം. ശരിയാണല്ലേ. 1961 പഴയ പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവും ഉണ്ട്. ഇവിടെ നമ്മുടെ ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് പാമ്പൻ പാലം. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവും ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. സിന്ധു നദി നഞ്ചബർവയെ കീറിമുറിച്ച് ആഴമേറിയ താഴ്വരകളിലൂടെ ഒഴുകുന്നു. അടുത്തത്. യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹാബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. കോസി ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നും ഉദ്ഭവിക്കുന്നു. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹാബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. കോസി ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അറ്റ്ലാന്റിക് സമുദ്രം. ഏതാണ്? ഓപ്ഷൻ ബി, അറ്റ്ലാന്റിക് സമുദ്രം. ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? അറ്റ്ലാന്റിക് സമുദ്രം. അടുത്ത ക്വസ്റ്റ്യൻ.
ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ സമുദ്രമേഖലകളിലെ പേരുകൾ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ, അറ്റ്ലാന്റിക് സമുദ്രം, കരീബിയൻ സമുദ്രം ഹരിക്കെയിൻ, ചൈന കടൽ, പസഫിക് സമുദ്രം ടൈഫൂൺ, പശ്ചിമ ഓസ്ട്രിയൻ സമുദ്രം ടൊർണാഡോ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ എന്താണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ സൈക്ലോൺ എന്നും, അറ്റ്ലാന്റിക് സമുദ്രം, കരീബിയൻ സമുദ്രം ഹരിക്കെയിൻ എന്നും, അതുപോലെ ചൈന കടൽ, പസഫിക് സമുദ്രം ടൈഫൂൺ എന്നുമാണ് അറിയപ്പെടുന്നത്. അടുത്തത്, റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം. റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം ഓപ്ഷൻ സി കേരളം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാണ്? പാമ്പാടും ഷോല നാഷണൽ പാർക്കാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് പാമ്പാടും ഷോല നാഷണൽ പാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ധരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? എന്തിനെയാണ് അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ? കുത്തനെയുള്ള ചെരിവാണ്. ഓപ്ഷൻ ബി കുത്തനെയുള്ള ചെരിവ്. അടുത്ത ക്വസ്റ്റ്യൻ, നികുതി, പൊതുചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെൻറ് നയം അറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ് ധനനയം. അടുത്ത ക്വസ്റ്റ്യൻ, ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചുകൊണ്ട് വരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ. ഏതാണ്? ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചുകൊണ്ട് വരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരം. അടുത്തത്, ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക്. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്കാണ് ഓപ്ഷൻ ഡി ആണ് ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ആണ് ഒഡീഷ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരി അല്ലാത്ത പ്രസ്താവന. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951-56 അത് ശരിയാണ് അല്ലേ? ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അടുത്തത്, ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് 1968-70 കാലയളവിലാണ്. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007-2012 ആണ്. ഇതിൽ തെറ്റായിട്ടുള്ള ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951-56 അത് ശരിയാണ്. അടുത്തത്, ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ശരിയാണ്. ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് 1968-70 കാലയളവിലാണ്. അത് തെറ്റാണ് അല്ലേ? റോളിംഗ് പ്ലാനിൻ്റെ കാലയളവെന്ന് പറയുന്നത് 1978-80 കാലയളവിലാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007-2012 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025-2026 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധ്യാൻ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? എത്രയാണ്? ഓപ്ഷൻ എ ആണ് 100 ആണ്. ഓപ്ഷൻ എ 100. 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ ഉൾപ്പെടുന്ന കാർഷിക ജില്ലകൾ 100. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ
ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റായിരുന്നു സച്ചിദാനന്ദ സിൻഹ. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളും പേരുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗത്തു നിന്നും എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ഭാഗമാണ് ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളും. നമുക്ക് നോക്കാം. നിയമനിർമ്മാണ പ്രക്രിയ എവിടെ നിന്നാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്? അത് ബ്രിട്ടനാണ്. ഇനി സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്ക, അർദ്ധ ഫെഡറൽ സമ്പ്രദായം കാനഡ, നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടനിൽ നിന്നും, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്ക, അർദ്ധ ഫെഡറൽ സമ്പ്രദായം കാനഡ, നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഫ്രാൻസിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഫ്രാൻസിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ അത്? അല്ല. 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കി. അത് ശരിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയാണ്. നിലവിൽ ഇന്ത്യൻ ഭരണഘടന 7 മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. തെറ്റാണ്. എത്രയുണ്ട്? 6 ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? നമ്മുടെ ഉത്തരം ഏതാണ്? ബി ആണ്. 2 മാത്രമാണ് ശരിയല്ലേ? കാരണം മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഫ്രാൻസ് ആണോ? അല്ല, അത് USA ആണ് അല്ലേ? അമേരിക്കയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. 42ാം ഭേദഗതി എന്താണ്? ഭരണഘടനയുടെ ആമുഖത്തിൽ നമ്മൾ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. ഇതാണ് 42ാം ഭേദഗതി. ഇനി 86ാം ഭേദഗതി എന്താണ്? 86ാം ഭേദഗതിയിലൂടെ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം എന്നതാണ് 86ാമത്തെ ഭേദഗതി. അടുത്തത് 73 ഏതാണ്? അത് നമുക്കറിയാം അല്ലേ? പഞ്ചായത്തി രാജാണ് 73. അടുത്തത് 52ാമത്തെ ഭേദഗതി എന്താണ്? അത് കൂറുമാറ്റ നിരോധന നിയമമാണ്. ഓക്കെ, അപ്പം 42 ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. 86 നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. 73 കൂറുമാറ്റ നിരോധന നിയമം. 73 പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതിയും 52 കൂറുമാറ്റ നിരോധന നിയമവുമാണ്. ഓക്കെ, നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രനയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത്. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം. ശരിയാണ്. രാജ്യത്തിന് മുഴുവൻ ബാധകമായ ഏകീകൃതമായ ഒരു സിവിൽ നിയമ സംഹിത, അത് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി. ഐത്താചാര നിർമ്മാർജ്ജനം നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് അല്ല. ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിൻ്റെ തലവൻ പ്രസിഡൻറ്റും ഗവൺമെൻറ്റിൻ്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. ശരിയാണല്ലേ. അടുത്തത്, ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാകുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ്. ശരിയാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. 1 ശരിയാണ്. അപ്പം ഈ
ഓപ്ഷൻ ബി നമുക്ക് ഇതിൽ നിന്ന് ഇപ്പം തന്നെ ഒഴിവാക്കി വിടാം. ഭരണഘടന 91 ഭേദഗതി അനുസരിച്ച് കേന്ദ്രമന്ത്രിസഭയുടെ പരമാവധി അംഗസംഖ്യ ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 20% കൂടാൻ പാടില്ല. അത് തെറ്റാണ്. ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന 1ഉം 2ഉമാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ഏതാണ്? ഓപ്ഷൻ ബി വനമാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 73ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? സംസ്ഥാനങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ശരിയാണ്. സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ധനസ്ഥിതി പരിശോധിക്കുന്നതിനായി ഓരോ 10 വർഷം കൂടുന്തോറും സംസ്ഥാന ഗവൺമെൻറ് ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. തെറ്റാണ്. അടുത്തത്, പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരിയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. 1ഉം 3ഉം മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, ഈ ആശയം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ആര്? രാംനാഥ് കോവിന്ദ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിൻ്റെ പേരെന്താണ്? കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിൻ്റെ പേരാണ് വിദ്യാസമുന്നതി. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരാണ്? അത് മുഖ്യമന്ത്രിയാണ്. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ ഭരണഘടനയുടെ 73 ഭേദഗതി പഞ്ചായത്തുകളിലെയും 74 ഭേദഗതി മുനിസിപ്പാലിറ്റികളിലെയും പ്രാദേശിക ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചുള്ളതാണ്. ശരിയാണ്. അടുത്തത്, ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും മുഴുവൻ സമ്മതിദായകരും അതത് വാർഡിൻ്റെ ഗ്രാമസഭകളിലെ അംഗങ്ങളാണ്. ശരിയാണ്. കേരള സംസ്ഥാനത്തിൽ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 50% സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. ശരിയാണ്. ഓപ്ഷൻ ഡി ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ് യോദ്ധാവ്. ഏതാണ്? യോദ്ധാവ്. അടുത്ത ക്വസ്റ്റ്യൻ, വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരെന്താണ്? അതോ സിറോഫ്താൽമിയ? ഓപ്ഷൻ എ സിറോഫ്താൽമിയ. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് റെഡ് റിബൺ ക്ലബ്ബ്. ഓപ്ഷൻ ഡി റെഡ് റിബൺ ക്ലബ്ബ്.
അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യനിലെ അസ്ഥികളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. ശരിയാണ്. മനുഷ്യരിൽ 12 ജോഡി വാരിയെല്ലുകളുണ്ട്. ശരിയാണ്. മനുഷ്യരിൽ തലയോട്ടിയിൽ മാത്രം 32 അസ്ഥികളുണ്ട്. തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. 1, 2 ആണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ, അമൃത ദേവി ബിഷ്ണോയി അവാർഡ് ഏത് മേഖലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു? അമൃത ദേവി ബിഷ്ണോയി അവാർഡ് വനസംരക്ഷണ മേഖലയിലാണ്. വനസംരക്ഷണം. അടുത്ത ക്വസ്റ്റ്യൻ, സൗത്ത് ആഫ്രിക്കയിൽ നിന്നും അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോന ലേഡി എന്ന മനുഷ്യപൂർവികൻ്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏതു ഗുഹയിൽ നിന്നാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നും അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോന ലേഡി എന്ന മനുഷ്യപൂർവികൻ്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് റൈസിംഗ് സ്റ്റാർ കേവ്. ഓപ്ഷൻ ബി റൈസിംഗ് സ്റ്റാർ കേവ്. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ ഡി ആണ് സുനിത വില്യംസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദൃശ്യപ്രകാശത്തിൻ്റെ ആവൃത്തി F1 മൈക്രോവേവിൻ്റെ ആവൃത്തി F2 എക്സ് കിരണങ്ങളുടെ ആവൃത്തി F3 ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. ഏതാണ് അത്? F3, F1, F2 എന്ന സീരീസാണ്. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രൊജക്ടൈലിൻ്റെ പറക്കൽ സമയം 2 സെക്കൻഡ് ആണ്. ഒരു പ്രൊജക്ടൈലിൻ്റെ പറക്കൽ സമയം 2 സെക്കൻഡ് ആണ്. അതിൻ്റെ പരമാവധി ഉയരം ഗ്രാവിറ്റി എത്രയാണ്? 10 m/s². അപ്പോൾ ഇതിൻ്റെ പരമാവധി ഉയരം കാണണം. ഗ്രാവിറ്റി 10 m/s² ആണ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഏതാണ്? അത് 5 മീറ്റർ ആണ്. ഓപ്ഷൻ ബി 5 മീറ്റർ, 5 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതൊക്കെ? ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. അടുത്ത ഓപ്ഷൻ, ഭൗമോപരിതലത്തിൽ നിന്നും ആഴത്തിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കൂടി വരുന്നു. അടുത്ത ഓപ്ഷൻ, ധ്രുവ പ്രദേശങ്ങളിൽ ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യം. അപ്പോൾ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ചാണ് ഈ 3 ഓപ്ഷന് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ്. അത് ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ് പ്രസ്താവനകൾ ശരി. ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറയുന്നു. ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യമാണ് ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചതെന്ന് ചോദിച്ചാൽ SDX-01 ആൻഡ് XDX-02. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്തുക. അപ്പോൾ മൂലകവും ബ്ലോക്ക് നമ്പറുമാണ് തന്നിരിക്കുന്നത്. ഇനി ഇതിൽ നിന്നും ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ടൈറ്റാനിയം ബ്ലോക്ക് ഡി, ഓസ്മിയം ബ്ലോക്ക് ഡി, തോറിയം എഫ്, ഫെർമിയം എഫ് ആണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഉത്തരം വരുന്നത് ഏതാണ്? അത് ഫെർമിയമാണ് കേട്ടോ. ട്രാൻസ് യുറാനിയം മൂലകം ഫെർമിയം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ അമോണിയ എന്ന സംയുക്തത്തിനെ കുറിച്ച് ശരിയായവ കണ്ടെത്തുക. അമോണിയയെക്കുറിച്ച് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. അത് ശരിയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ്. ശരിയാണ്. അടുത്ത ഓപ്ഷൻ എന്താണ്? അമോണിയ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നത് സമ്പർക്ക പ്രക്രിയ വഴിയാണ്. അത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. 1ഉം 2ഉം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ബോയിൽ നിയമം,
ചാൾസ് നിയമം, ഗേ ലുസാക്ക് നിയമം, അവഗാഡോ നിയമം. ഏതാണ് അത്? ഓപ്ഷൻ സി ആണ്, ഗേ ലുസാക്ക് നിയമം. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? അത് ഓപ്ഷൻ എ സൾഫർ. അടുത്ത ക്വസ്റ്റ്യൻ, തൃശ്ശൂർ പൂരം ആരംഭിച്ച രാജാവ് ആരാണ്? തൃശ്ശൂർ പൂരം ആരംഭിച്ച രാജാവാണ് ശക്തൻ തമ്പുരാൻ. ഓപ്ഷൻ സി ശക്തൻ തമ്പുരാൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത് ആരാണ്? 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് സുഖ്ജിത് സിംഗ് ആണ്. അപ്പോൾ നേടിയവർ ആരൊക്കെയാണ്? ഗുകേഷ് ഡി ഉണ്ട്, അല്ലെങ്കിൽ ഡി ഗുകേഷ് ഉണ്ട്, മനു ഭാക്കർ, ഹർമൻ പ്രീത് സിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? പ്രായം ചെന്നവർക്ക് വേണ്ടി മധ്യ കേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു. ശരിയാണ്. സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. ശരിയാണ്. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചു. തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇരയിമൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഇരയിമൻ തമ്പിയുടെ ആട്ടക്കഥകളാണ് ചോദിച്ചിരിക്കുന്നത്. കീചകവധം, ഉത്തരാസ്വയംവരം, നരകാസുരവധം. ഇതിലേതാണ്? ഇതിൽ കീചകവധവും ഉത്തരാസ്വയംവരവുമാണ് ഇരയിമൻ തമ്പിയുടേത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അടുത്തത്, നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? ഓപ്ഷൻ എ ഗായത്രി സ്പിവാക് ആണ്. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റപ്പദമാക്കുക. സുമിത്രയുടെ പുത്രൻ. എന്താണ് അത്? സൗമിത്രി. സുമിത്രയുടെ പുത്രൻ. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? സ്ത്രീലിംഗമുണ്ട്. ഇത്തി, കൾ, തു, അൻ. ഇതിൽ സ്ത്രീലിംഗ പ്രത്യയമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഇത്തി ആണ്. അടുത്തത്, വിപരീത പദം ഗൗരവം. ഗൗരവത്തിൻ്റെ വിപരീത പദമാണ് ലാഘവം. അടുത്ത ക്വസ്റ്റ്യൻ, ജീവിതത്തിൽ അപായ സാധ്യതകൾ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ല്. ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ലാണ്. ഓപ്ഷൻ ബി ആണ്, ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേട്ടു എന്ന പദം ശരിയായി പിരിച്ചെഴുതുമ്പോൾ കേൾ അധിക് തു. ഓപ്ഷൻ എ ആണ്, കേൾ അധിക് തു. അടുത്തത്, കണ്ണടച്ചിരുട്ടാക്കുക എന്ന ശൈലി താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? കണ്ണടച്ചിരുട്ടാക്കുക. ഓപ്ഷൻ സി സദ്യവിരുദ്ധമായി പ്രവർത്തിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ആർ ഏത് ബഹുവചന പ്രത്യയമാണ്? ഓപ്ഷൻ ഡി ആണ്, പൂജക ബഹുവചനത്തിലാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദുഷ്യന്തൻ്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി. ഈ വാക്യത്തിലെ ആഖ്യാതം ഏത്? ദുഷ്യന്തൻ്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി. ഇതിലെ ആഖ്യാതം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്, ഓടി. അടുത്ത ക്വസ്റ്റ്യൻ, അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ. ഇത് നമ്മുടെ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ, ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ടവർ ആരൊക്കെയാണ്? ഭീകരവാദികളുണ്ട്, അപകടകാരികളായ തടവുകാരുണ്ട്, തീവ്രവാദികളുണ്ട്. അതുപോലെ പിന്നെ വേറെ ആരൊക്കെ വരും? സിവിൽ തടവുകാർ വരുമോ? അവിടെ സിവിൽ തടവുകാർ വരില്ല കേട്ടോ. ഭീകരവാദികൾ, അപകടകാരികളായ തടവുകാർ, തീവ്രവാദികൾ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരി അല്ലാത്തത് ഏതാണ്? ശരി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, വ്യവസ്ഥകൾക്ക് വിധേയമായി ഉചിതമായ കാലാവധിക്ക് പരോൾ നൽകാം. ശരിയാണ്. ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും. അത് തെറ്റാണ്. അടുത്ത ബന്ധുവിൻ്റെ ഗുരുതരമായ രോഗമോ മരണമോ കാരണം പരോൾ നൽകാം. ശരിയാണ്. മറ്റേതെങ്കിലും മതിയായ കാരണമോ സംഗതിയിലോ പരോൾ നൽകാം. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്.
അടുത്ത ക്വസ്റ്റ്യൻ, തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് വെൽഫെയർ ഓഫീസർ. അടുത്ത ക്വസ്റ്റ്യൻ, 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണവും സാൻമാർഗീകരണ സേവനങ്ങളും ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗം അല്ലാത്തത് ആരാണ്? അംഗമല്ലാത്തത്? ഓപ്ഷൻ ബി പോലീസ് DGP ആണ്. ജയിൽ DGP, ജില്ലാ പ്രൊബേഷണർ ഓഫീസർ, ജില്ലാ ജഡ്ജിയൊക്കെ ഇതിൽ വരും. ഇതിൽ കൂട്ടത്തിൽ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗമല്ലാത്തത് പോലീസ് DGP. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ എന്ന് തിരഞ്ഞെടുക്കുക. തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികളായുള്ള തടവുകാർക്ക് കൂടുതലാണ്. ശരിയാണ് കേട്ടോ, അത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. തടവുകാർ ആർജിക്കുന്ന വേതനം മുഴുവനായും കുടുംബത്തിന് അയച്ച് കൊടുക്കാൻ കഴിയില്ല, അത് തെറ്റാണ്. അന്തേവാസികളായുള്ള തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലുകളിൽ 15 ദിവസം കുടുംബ അവധിക്ക് അർഹത ഉണ്ടായിരിക്കും. ശരിയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. 1ഉം 3ഉം മാത്രമാണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ്? ഏതെങ്കിലും ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മനുഷ്യാവകാശ കമ്മീഷന് അധികാരം ഇല്ല. തെറ്റ്. ഏതെങ്കിലും ആളെ സമൻ ചെയ്യുകയും ഹാജരാക്കുകയും വിസ്തരിക്കുകയും ചെയ്യുന്നത് ഉണ്ട്. ഏതെങ്കിലും പ്രമാണം കണ്ടെത്തുവാനും ഹാജരാക്കുവാനും ആവശ്യപ്പെടുന്നതും കഴിയും. ഏതെങ്കിലും ഓഫീസിൽ നിന്നും ഏതെങ്കിലും പൊതുരേഖയോ പകർപ്പോ ആവശ്യപ്പെടുന്നതിന് കഴിയും. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം അവിടെ തെറ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി ഉറപ്പായിട്ടും കാണും അല്ലേ. ഒരു ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ആയിരുന്നതോ ആയ വ്യക്തി ഉണ്ട്. കുറഞ്ഞത് 7 വർഷം ആ സംസ്ഥാനത്ത് ജില്ലാ ജഡ്ജി ആയിരുന്ന ഒരു ജില്ലാ ജഡ്ജി ഉണ്ടാകും. സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ ഒരു വ്യക്തിയോ ഒരിക്കലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഉണ്ടാകില്ല. അപ്പോൾ തെറ്റ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല? 1 വർഷം. ഓപ്ഷൻ സി ആണ് 1 വർഷം. അടുത്തത്, മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? ഏതാണ് അത്? ഓപ്ഷൻ ഡി ആണ് IG റാങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നവയിൽ ആരാണ്? ഓപ്ഷൻ സി ആണ് നിയമമന്ത്രി. ഇതിൽ ഉൾപ്പെടില്ല, നിയമമന്ത്രി. അടുത്തത്, വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? അത് ഓപ്ഷൻ സി 48 മണിക്കൂറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനവും ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ ഏതാണ്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടേതാണ് കേട്ടോ. അപ്പോൾ ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത്, വിവരം ലഭിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പു നൽകുന്നു? ഓപ്ഷൻ എ ആണ് 19. ആർട്ടിക്കിൾ 19 പ്രകാരമാണ്. അടുത്തത്, വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 വീത ഓരോ ദിവസം പിഴ ചുമത്തേണ്ടതും അത്തരത്തിൽ പിഴ സംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാകുന്നു? ഓപ്ഷൻ സി ആണ് 25,000. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം സെക്ഷൻ 8 2025 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിരിക്കുന്നതിൽ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കാൻ ചെയ്തിട്ടുള്ളത് എന്താണ്? അത് ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സുരക്ഷിതത്വത്തെയും മറ്റും ഹാനികരമായി ബാധിക്കുന്നവ ഒഴിവാക്കാം. വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരം ഒഴിവാക്കാം. അറസ്റ്റിനെയോ പ്രോസിക്യൂഷൻ്റെ നടപടിക്രമത്തെയോ തടസ്സപ്പെടുത്തുന്ന വിവരം ഒഴിവാക്കാം. മന്ത്രിസഭയുടെ തീരുമാനങ്ങളും അവയ്ക്കുള്ള കാരണങ്ങളും അതൊന്നും ഒഴിവാക്കാൻ പാടില്ല. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. 1, 2, 3.
അടുത്തത് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിൻ്റെ ഘടനാപര മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്താണ്? അതേതാണ്? ഓപ്ഷൻ സി ആണ്, ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. അടുത്തത് മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാകുന്ന ആരോഗ്യകരമായ മനോസ്വാന്തന രീതി ഏതാണ്? ഓപ്ഷൻ സി ആണ്, സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എബ്രഹാം മാസ്ലോവിൻ്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്തപ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? അത് ആത്മസാക്ഷാത്കാര ഘട്ടത്തിലാണ്. ഓപ്ഷൻ സി ആണ്. അടുത്തത്, ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. എന്താണ് ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നോക്കിക്കേ, ഭയവും ഉത്കണ്ഠയും ഒന്ന് തന്നെയാണ്. തെറ്റാണ്. ഭയവും ഉത്കണ്ഠയും ഒന്നല്ല. പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നത് ഭയം. ശരി. ഭാവിയിൽ സംഭവിക്കുന്നതായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്ക, നമ്മുടെ ടെൻഷനാണ് ഉത്കണ്ഠ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. 1, 3. അടുത്ത ക്വസ്റ്റ്യൻ, ഹൊവാർഡ് ഗാർഡനറിൻ്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ്? അത് സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഹൊവാർഡ് ഗാർഡനറിൻ്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ നമ്മളിന്ന് കഴിഞ്ഞ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എക്സാം ഉണ്ട്, നല്ലതായിട്ട് എഴുതുക. സ്പെഷ്യൽ ടോപ്പിക് ഒന്നും ഒരു കട്ടിയുള്ളതും അല്ല. നമ്മളൊന്ന് വിവരാവകാശവും മനുഷ്യാവകാശവും ഒക്കെ ഒന്ന് ചിന്തിച്ച് എഴുതുക. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് നിങ്ങളൊന്നുകൂടി നോക്കിയിട്ട് പോകുക. അപ്പോൾ തുടർന്നുള്ള നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങളെല്ലാവരും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.